ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വെസ്റ്റ് ഏഷ്യയിലെ സംഘർഷം ശക്തമാകുന്നതിനിടെ ദലാൽ സ്ട്രീറ്റിൽ ബെയേഴ്സ് ശക്തമായി പിടിമുറുക്കി. പ്രധാന സൂചികകൾ ആഴ്ചയിൽ ഏകദേശം 1.3% ഇടിഞ്ഞു. മാർച്ചിൽ ഇത് 9%-ലധികവും ജാനുവരി ഉയർന്ന നിലയിൽ നിന്ന് ഏകദേശം 13.5% ഇടിവും രേഖപ്പെടുത്തി. ഓയിൽ സപ്ലൈ തടസ്സപ്പെടുമെന്ന ആശങ്ക, റെക്കോർഡ് താഴ്ന്ന രൂപ, ഉയർന്ന ആഗോള ബോണ്ട് ഈൽഡുകൾ, തുടർച്ചയായ FIS വിൽപ്പന എന്നിവയാണ് വിപണിയിലെ ദുർബലതയ്ക്ക് കാരണമായത്. അടുത്ത ആഴ്ചയും വിപണി വോളറ്റൈൽ ആയിരിക്കാനാണ് സാധ്യത. വെസ്റ്റ് ഏഷ്യയിലെ സംഭവ വികാസങ്ങൾ, ഓയിൽ വില, FIS പ്രവാഹം, രൂപയുടെ നീക്കം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. നിഫ്റ്റി 22,820-ലും സെൻസെക്സ് 73,583-ലും ക്ലോസ് ചെയ്തപ്പോൾ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളും സമ്മർദ്ദത്തിലായിരുന്നു. ഇന്ന് F&O എക്സ്പയറി കാരണം വോളറ്റിലിറ്റി കൂടാൻ സാധ്യതയുണ്ട്. വെസ്റ്റ് ഏഷ്യൻ സംഘർഷം നീണ്ടു നിൽക്കുകയാണെങ്കിൽ കമ്പനികളുടെ വരുമാനത്തിൽ കുറവ് വരാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ അനിശ്ചിതത്വം കുറയുമ്പോൾ ഇടിവുകൾ ദീർഘകാല നിക്ഷേപ അവസരങ്ങളായി മാറാനും സാധ്യതയുണ്ട്. മാർച്ച് 31-നും ഏപ്രിൽ 3-നും വിപണി അവധിയിലായിരിക്കും. അമേരിക്ക ഇസ്രായേൽ കൂട്ടുകെട്ടും ഇറാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചതോടെ പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിലൂടെ നടക്കുന്ന എണ്ണ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നിരിക്കുകയാണ്. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $100 മുകളിലേക്ക് ഉയർന്നത് ആഗോള വിപണികളിൽ സമ്മർദ്ദം സൃഷ്ടിക്കുകയും ഇൻഫ്ലേഷൻ ഭീഷണി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ശക്തമായ US ഡോളറും ഉയരുന്ന ബോണ്ട് ഈൽഡുകളും റിസ്ക് ഓഫ് മനോഭാവം വ്യക്തമാക്കുമ്പോൾ സംഘർഷം നീണ്ടു നിൽക്കുകയാണെങ്കിൽ പലിശ നിരക്കുകൾ കുറയുന്നതിൽ വൈകലും വിപണികളിൽ തുടർച്ചയായ വൊളാറ്റിലിറ്റിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാർച്ച് 27-ന് ഇൻഡെക്സ് 2%-ലധികം ഇടിഞ്ഞ് 2 ദിവസത്തെ മുന്നേറ്റം അവസാനിപ്പിച്ചു. ദുർബലമായ ആഗോള സൂചനകളും മിഡിൽ ഈസ്റ്റ് സംഘർഷവും രൂപയെ റെക്കോർഡ് താഴ്ന്ന നിലയിലേക്ക് തള്ളുകയും FIS വിൽപ്പന വർദ്ധിപ്പിക്കുകയും ചെയ്തു. വിപണിയുടെ മനോഭാവം ഇപ്പോഴും ബെയറിഷാണ്. 22,600, 22,450 പിന്തുണ നിലകൾ സമ്മർദ്ദത്തിലാണെന്നും പ്രധാന പിന്തുണയായ 22,300 തകർന്നാൽ 21,700 വരെ ഇടിവുണ്ടാകാമെന്നും വിലയിരുത്തുന്നു. മറുവശത്ത് ഉയർച്ചയുണ്ടെങ്കിലും 23,000, 23,200 പരിധിയിൽ ശക്തമായ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം, പ്രത്യേകിച്ച് ഇന്നത്തെ F&O എക്സ്പയറി സാഹചര്യത്തിൽ. കോൾ ഓപ്ഷൻ ഡാറ്റ പ്രകാരം 23,000 സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ്, അതായത് 83.37 ലക്ഷം കോൺട്രാക്റ്റുകൾ ഉണ്ട്. ഇത് പ്രധാന റെസിസ്റ്റൻസ് നിലയായി കാണുന്നു. 23,500, 23,200 സ്ട്രൈക്കുകളും പിന്നാലെ വരുന്നു. 23,000-ൽ ശക്തമായ കോൾ റൈറ്റിംഗ് ഉണ്ടായത് റെസിസ്റ്റൻസ് ശക്തമാണെന്ന് സൂചിപ്പിക്കുന്നു. അതേസമയം 22,000, 22,500, 22,300 നിലകൾ കോൾ അൺവൈൻഡിംഗ് കണ്ടത് താഴെത്തലങ്ങളിൽ റെസിസ്റ്റൻസ് കുറയുന്നതായി കാണിക്കുന്നു. നിഫ്റ്റി പുട്ട് ഓപ്ഷൻ ഡാറ്റ പ്രകാരം 22,000 സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ്, 93.95 ലക്ഷം കോൺട്രാക്റ്റുകളാണ്. ഇത് സമീപകാലത്ത് ശക്തമായ പിന്തുണയായി കാണുന്നു. 23,000, 22,500 സ്ട്രൈക്കുകൾ പിന്നാലെ വരുന്നു. 22,000-ൽ ശ്രദ്ധേയമായ പുട്ട് റൈറ്റിംഗ് ഉണ്ടായത് ഈ നിലയിൽ ശക്തമായ പിന്തുണ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. കൂടാതെ 22,200, 22,850 നിലകളിലും കൂട്ടിച്ചേർക്കലുകൾ കണ്ടു. അതേസമയം 23,300, 23,000, 23,200 പോലുള്ള ഉയർന്ന നിലകളിൽ പുട്ട് അൺവൈൻഡിംഗ് ഉണ്ടായത് മുകളിലുള്ള പിന്തുണ ദുർബലമാക്കുന്നതായി കാണിക്കുന്നു. ബാങ്ക് നിഫ്റ്റി കോൾ ഓപ്ഷൻസ് ഡാറ്റയിൽ 54,000 സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ്, അതായത് 6.9 ലക്ഷം കോൺട്രാക്റ്റുകൾ. ഇത് പ്രധാന റെസിസ്റ്റൻസ് ആയി കണക്കാക്കുന്നു. 53,000, 52,500 സ്ട്രൈക്കുകൾ തുടർന്നു വരുന്നു. 53,000-ൽ ശക്തമായ കോൾ റൈറ്റിംഗും 52,500, 53,500 നിലകളിൽ കൂട്ടിച്ചേർക്കലുകളും ഈ മേഖലയിൽ റെസിസ്റ്റൻസ് ശക്തമാണെന്ന് കാണിക്കുന്നു. 53,700, 53,900, 51,600 നിലകളിൽ കോൾ അൺവൈൻഡിംഗ് ഉണ്ടായത് ചില ഉയർന്ന നിലകളിൽ റെസിസ്റ്റൻസ് കുറയുന്നതായി സൂചിപ്പിക്കുന്നു. ബാങ്ക് നിഫ്റ്റി പുട്ട് ഓപ്ഷൻ ഡാറ്റ പ്രകാരം 51,000 സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ്, അതായത് 5.92 ലക്ഷം കോൺട്രാക്റ്റുകളാണ്. ഇത് പ്രധാന പിന്തുണയായി കണക്കാക്കുന്നു. 52,000, 52,500 സ്ട്രൈക്കുകൾ പിന്നാലെ വരുന്നു. 52,400-ൽ ശ്രദ്ധേയമായ പുട്ട് റൈറ്റിംഗും 51,000, 51,700 നിലകളിൽ കൂട്ടിച്ചേർക്കലുകളും ഈ മേഖലയിലെ പിന്തുണ ശക്തമാക്കുന്നു. എന്നാൽ 54,000, 52,000, 53,500 നിലകളിൽ പുട്ട് അൺവൈൻഡിംഗ് ഉണ്ടായത് മുകളിലുള്ള പിന്തുണ ദുർബലമാക്കുന്നതായി സൂചിപ്പിക്കുന്നു.
നിഫ്റ്റി പുട്ട് കോൾ റേഷ്യോ 1.21 നിന്ന് മാർച്ച് 27-ന് 0.94 ആയി കുറഞ്ഞത് വിപണിയുടെ മനോഭാവത്തിൽ മാറ്റം സംഭവിച്ചതായി സൂചിപ്പിക്കുന്നു. സാധാരണയായി PCR 1-ന് മുകളിലായാൽ ബുള്ളിഷ് ട്രെൻഡ് ആണ് കാണിക്കുന്നത്. എന്നാൽ 0.7 അതിനടുത്തേക്ക് താഴുമ്പോൾ ബെയറിഷ് മനോഭാവം പ്രകടമാകും. ഇപ്പോഴത്തെ ഇടിവ് ബുള്ളിഷ് ശക്തി കുറയ്ക്കുകയും വിപണിയിൽ കൂടുതൽ ജാഗ്രതയോടെ ബെയറിഷ് ദിശയിലേക്ക് നീങ്ങുന്നതായും സൂചിപ്പിക്കുന്നു. അതേസമയം ഇന്ത്യയുടെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ആയ ഇന്ത്യ വിക്സ് 8.78% ആയി ഉയർന്ന് 26.8 ആയി. മാർച്ച് 2022-ന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയിട്ടുണ്ട്. ഇത് വിപണിയിൽ ഒരു ഫിയർ വർദ്ധിപ്പിച്ചതിന്റെ സൂചനയാണ്. വിക്സ് ഉയരുന്നത് ബുള്ളുകൾക്ക് അസൗകര്യകരമായ സാഹചര്യമാണ്. ഇത് സ്ഥിരത നേടാൻ വിക്സ് തുടർച്ചയായി താഴേക്ക് നീങ്ങേണ്ടതാണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർച്ചിൽ ശക്തമായ വിൽപ്പന തുടരുകയും കഴിഞ്ഞ ആഴ്ച 24,600 കോടി രൂപ മുഴുവൻ മാസത്തിൽ 1.11 ലക്ഷം കോടിയിലധികം ഓഹരികളും വിറ്റഴിക്കുകയും ചെയ്തു. ഇത് വിപണിയിലെ റിസ്ക് ഓഫ് മനോഭാവം വ്യക്തമാക്കുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് 1.28 ലാഖ് കോടി രൂപ വില വരുന്ന ഓഹരികൾ വാങ്ങി വിപണിക്ക് പിന്തുണ നൽകി. രൂപ 94.96 പെർ USD സമീപം റെക്കോർഡ് താഴ്ന്ന നിലയിൽ എത്തിയതും ഉയർന്ന ക്രൂഡ് ഓയിൽ വിലയും ഊർജ്ജ വിതരണ ആശങ്കകളും മൂലമാണ്. സംഘർഷം തുടരുകയാണെങ്കിൽ രൂപയ്ക്ക് മേൽ സമ്മർദ്ദം തുടരുമെന്നും കൂടുതൽ ദുർബലതയ്ക്ക് സാധ്യതയുണ്ടെന്നും കാണുന്നു. അതേസമയം ഏപ്രിൽ ആദ്യത്തിൽ പുറത്തുവരുന്ന ഓട്ടോ സെയിൽസ് ഡാറ്റ വിപണി ശ്രദ്ധയിൽപ്പെടും. ടാറ്റ മോട്ടോഴ്സ്, മാരുതി സുസുക്കി, ഹുണ്ടായി, എം&എം, TVS മോട്ടോർ, ബജാജ് ഓട്ടോ, ഏഷ്യർ മോട്ടോഴ്സ്, ഹീറോ മോട്ടോകോർപ്പ് തുടങ്ങിയ ഓഹരികൾ ഫോക്കസിലാകും. മാർച്ചിൽ ഡിമാൻഡ് പൊതുവെ നല്ലതായിരുന്നുവെങ്കിലും അനിശ്ചിതത്വം കാരണം ഉപഭോക്താക്കളിൽ ചെറിയ ജാഗ്രത കാണപ്പെടുന്നു. ഇരുചക്ര വാഹനങ്ങൾ, പാസഞ്ചർ, കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ എന്നിവയിൽ ഡബിൾ ഡിജിറ്റ് വളർച്ച പ്രതീക്ഷിക്കുമ്പോൾ അനിയന്ത്രിതമായ മഴ കാരണം ട്രാക്ടർ വിൽപ്പന സിംഗിൾ ഡിജിറ്റ് വളർച്ച മാത്രമാകാനാണ് സാധ്യത. ആഭ്യന്തരമായി ഫെബ്രുവരി മാസത്തിലെ വ്യാവസായിക ഉൽപാദന ഡാറ്റ അതായത് IIP ഡാറ്റ മാർച്ച് 30-ന് പുറത്തുവരും. തുടർന്ന് മാർച്ച് 31-ന് ഫിസിക്കൽ ഡെഫിസിറ്റ് Q4 CY25 ശ്രദ്ധയിൽപ്പെടും. IIP വളർച്ച മുൻപുണ്ടായിരുന്ന 4.8%-ൽ നിന്ന് കുറയാൻ സാധ്യതയുണ്ട്. ഫിസിക്കൽ ഡെഫിസിറ്റ് 9.81 ലക്ഷം കോടിയിൽ നിന്ന് ഉയരാനും സാധ്യതയുണ്ട്. ഏപ്രിൽ 2-ന് പുറത്തുവരുന്ന HSBC മാനുഫാക്ചറിംഗ് PMI കുറയുന്നത് ആവശ്യകത കുറഞ്ഞതും മിഡിൽ ഈസ്റ്റ് സംഘർഷവും മൂലമാണെന്ന് സൂചിപ്പിക്കുന്നു. ബാങ്ക് ക്രെഡിറ്റ് ഓർ ഡെപ്പോസിറ്റ്സ് വളർച്ചയും ഫോറക്സ് റിസർവുകളും ശ്രദ്ധയിൽപ്പെടും. റിസർവുകൾ $698.35 ബില്യൺ കുറഞ്ഞിട്ടുണ്ട്. ഈ ആഴ്ച മെയിൻ ബോർഡ് IPOകൾ ഇല്ല. IPO വിപണികളിൽ സജീവത കുറവാണ്. സേഫ്റ്റി കൺട്രോൾ ആൻഡ് ഡിവൈസ് എന്ന SME IPO ഏപ്രിൽ 6-ന് തുറക്കും. വിവിഡ് ഇലക്ട്രോമെക് IPO മാർച്ച് 30-ന് ക്ലോസ് ചെയ്യും. എമിയാക് ടെക്നോളജീസ് ഏപ്രിൽ 8 വരെ ഓപ്പൺ ആയിരിക്കും. സെൻട്രൽ മൈൻ പ്ലാനിംഗ് ആൻഡ് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മാർച്ച് 30-ന് ലിസ്റ്റ് ചെയ്യുമ്പോൾ പവറിക്ക, സായ് പാരണ്ടൽ, അമീർ ചന്ദ് ജഗദീഷ് കുമാർ എന്നിവ ഏപ്രിൽ 2-ന് ലിസ്റ്റ് ചെയ്യും. ആഗോളമായി US ഡാറ്റകൾ, എംപ്ലോയ്മെന്റ്, റീറ്റെയിൽ സെയിൽസ്, PMI, കൺസ്യൂമർ കോൺഫിഡൻസ് എന്നിവയും മാർച്ച് 30-ന് ജെറോം പവലിന്റെ പ്രസംഗവും ശ്രദ്ധയിൽപ്പെടും. എന്നാൽ വെസ്റ്റ് ഏഷ്യയിലെ സംഘർഷം പ്രധാന ഘടകമായി തുടരുന്നതിനാൽ വിപണികൾ ജാഗ്രതയോടെ തുടരാനാണ് സാധ്യത. ക്രൂഡ് വില ഉയരുന്നതിനാൽ എനർജി ഓഹരികൾ വോളറ്റൈൽ ആയിരിക്കാം. കൂടാതെ ടെസ്ല പോലുള്ള ഓട്ടോ കമ്പനികളുടെ ഡെലിവറി ഡാറ്റയും ശ്രദ്ധയിൽപ്പെടും. US ഡോളർ ഡിസംബർ 2024-ന് ശേഷമുള്ള ഏറ്റവും ശക്തമായ മാസത്തിലേക്ക് നീങ്ങുകയാണ്. മാർച്ചിൽ ഏകദേശം 2.7% ഉയർച്ച രേഖപ്പെടുത്തി. മിഡിൽ ഈസ്റ്റ് സംഘർഷം മൂലമുള്ള സുരക്ഷിത നിക്ഷേപ ആവശ്യകതയും ഉയർന്ന ഓയിൽ വില കാരണം ഫെഡ് പലിശ നിരക്ക് കുറയുന്നതുമാണ് ഇതിനു പിന്നിൽ. ഇതോടെ മുൻകാല ദുർബലതയ്ക്ക് ശേഷം ഡോളറിൽ ശക്തമായ തിരിച്ചുവരവ് കണ്ടു. അതേസമയം എമർജിംഗ് മാർക്കറ്റുകൾ 2022-ന് ശേഷമുള്ള ഏറ്റവും മോശം പ്രകടനത്തിലേക്കാണ് നീങ്ങുന്നത്. ഓഹരികൾ ഏകദേശം 10% ഇടിഞ്ഞപ്പോൾ ബോണ്ട് ഈൽഡുകൾ ഉയർന്നു. എന്നിരുന്നാലും ചില നിക്ഷേപകർ ഇത് അവസരമായി കണ്ട് വില കുറഞ്ഞ ആസ്തികൾ വാങ്ങുകയാണ്. കേന്ദ്ര ബാങ്കുകൾ വളർച്ച സംരക്ഷിക്കാൻ പലിശ നിരക്കുകൾ കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതിയാണിത്. ഇതിനിടെ US ഇറാൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം സ്വർണം 15%-ലധികം ഇടിഞ്ഞിട്ടുണ്ട്. ഉയർന്ന ഓയിൽ വില മൂലം ഇൻഫ്ലേഷൻ ആശങ്ക വർദ്ധിച്ചതും ഫെഡ് കർശന നിലപാട് സ്വീകരിക്കാമെന്ന സാധ്യതയും ഗോൾഡിന് സമ്മർദ്ദമാകുന്നു. അടുത്ത കാലയളവിൽ വൊളാറ്റിലിറ്റി തുടരുമെന്നും ജിയോപൊളിറ്റിക്കൽ ഭീഷണികൾ കൂടുന്നതോടെ പലിശ കുറയ്ക്കുമെന്ന പ്രതീക്ഷ ഉയരുകയോ ചെയ്താൽ മാത്രമേ ഗോൾഡിന് പിന്തുണ ലഭിക്കൂ എന്നും വിലയിരുത്തുന്നു. DGCA ഏപ്രിൽ 20 മുതൽ വിമാനങ്ങളിൽ കുറഞ്ഞത് 60% സീറ്റുകൾക്ക് അധിക ചാർജ് ഈടാക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
എന്നാൽ ഈ തീരുമാനത്തെ എയർലൈൻസ് എതിർക്കുന്നു. ഇതുമൂലം മൊത്തത്തിലുള്ള ടിക്കറ്റ് നിരക്കുകൾ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് അവരുടെ അഭിപ്രായം. വെസ്റ്റ് ഏഷ്യയിലെ സംഘർഷങ്ങൾ നിലനിൽക്കുന്നതിനിടയിലും എയർ ഇന്ത്യയും ഇൻഡിഗോയും മാർച്ച് 30-ന് ദുബായ്, അബുദാബി, ഷാർജ, ജിദ്ദ എന്നിവിടങ്ങളിലേക്ക് സർവീസുകൾ തുടരുന്നു. എന്നാൽ യാത്രക്കാർ പുതിയ വിവരങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഹോർമുസ് കടലിടുക്ക് ലോകത്തെ ഏകദേശം 20% എണ്ണ വിതരണത്തിനുള്ള പ്രധാന പാതയായതിനാൽ ഇറാൻ സംഘർഷത്തിന്റെ പ്രധാന പോയിന്റായി മാറിയിട്ടുണ്ട്. ഇവിടെ തടസ്സങ്ങളുണ്ടായാൽ എണ്ണവില ഉയരുകയും ഇൻഫ്ലേഷൻ വർദ്ധിക്കുകയും ഗ്ലോബൽ ട്രേഡിന് തിരിച്ചടിയാവുകയും ചെയ്യും. CBTD മാർച്ച് 31-ന് മഹാവീർ ജയന്തി ഉണ്ടെങ്കിലും ഇൻകം ടാക്സ് ഓഫീസുകൾ തുറന്നിരിക്കുമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമ്പത്തിക വർഷാവസാനവുമായി ബന്ധപ്പെട്ട ജോലികൾ പൂർത്തിയാക്കാനാണ് ഇത്. ഇതിനിടെ സെബി അനുമതിക്ക് ശേഷം NSE ഏപ്രിൽ 13 മുതൽ ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചേഴ്സ് ആരംഭിക്കാൻ ഒരുങ്ങുന്നു. ഇത് ഗ്ലോബൽ ഓയിൽ വില മാറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ പുതിയ ഹെഡ്ജിംഗ് ടൂളായി നൽകും. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിയൻ മിസൈൽ ആക്രമണത്തിൽ സൗദിയിലെ പ്രിൻസ് സുൽത്താൻ ബേസിലുള്ള US എയർഫോഴ്സ് E-3 സെൻട്രി വിമാനം നശിച്ചുവെന്നാണ് വിവരം. ഏകദേശം $300 മില്യൺ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. US ഫാർമ കമ്പനിയായ എലി ലില്ലി ഇൻസിലിക്കോ മെഡിസിനുമായി $2.75 ബില്യൺ കരാർ ഒപ്പുവെച്ചു. AI ഉപയോഗിച്ച് വികസിപ്പിച്ച മരുന്നുകൾ വിപണിയിലെത്തിക്കാൻ ഇതിൽ $115 മില്യൺ മുൻകൂറായി നൽകുകയും ബാക്കി തുക റെഗുലേറ്ററി വിൽപ്പന ലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കിയും നൽകും. വേദാന്ത ചെയർമാൻ അനിൽ അഗർവാൾ കമ്പനി ഏപ്രിലിൽ 5 സ്വതന്ത്ര സ്ഥാപനങ്ങളായി വിഭജിക്കുമെന്ന ഡീമർജർ പദ്ധതി പൂർത്തിയാക്കുമെന്ന് അറിയിച്ചു. കമ്പനിയുടെ മൂല്യം ഉയർത്താനും പ്രവർത്തനം ലളിതമാക്കാനുമാണ് ഈ നീക്കം. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള വീഡിയോ ആണ്, ഒരിക്കലും ഒരു റിസർച്ച് റെക്കമെൻഡേഷൻ അല്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ന് ഫിനാൻഷ്യൽ ഇയർ 2025-26 അവസാനത്തെ ട്രേഡിംഗ് ഡേ ആണ്. പലരും സ്റ്റോക്ക് ലോസ് ഹാർവെസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാർക്കറ്റിനെ പറ്റി ഒരു ഔട്ട്ലുക്ക് പറഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ ട്രെൻഡ് ഹൈലി വോളറ്റൈലും സ്വിംഗ് മൊമെന്റുമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സെൽഫ് വ്യൂവിൽ മാത്രം നിൽക്കാതെ മാർക്കറ്റ് ട്രെൻഡിനൊത്ത് പോയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള മാർക്കറ്റ് സിറ്റുവേഷനിലും ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ക്വാളിറ്റി സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. അത് മിഡ് ക്യാപ്പ് ആയാലും സ്മോൾ ക്യാപ്പ് ആയാലും എ ഗ്രൂപ്പ് ഷെയർസ് ആയാലും. എന്നാൽ മാത്രമേ മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സ്റ്റോക്കുകളിൽ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ആവുകയുള്ളൂ. ഇന്നത്തെ അപ്ഡേറ്റ്സ് അവസാനിപ്പിക്കുകയാണ്. പുതിയ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.